ക്യാമ്പിലെ കാഡറ്റുകളുടെ ശാരീരിക അസ്വസ്ഥത അന്വേഷിക്കാൻ പ്രത്യേക കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. NCC ഗ്രൂപ്പ് കമാൻഡർ സുരേഷ് ജിക്കാണ് അടിയന്തര അന്വേഷണ കമ്മിറ്റിയുടെ ചുമതല. വിഷ്ണു പ്രകാശ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, 600ഓളം കുട്ടികൾ പങ്കെടുത്ത ക്യാമ്പാണ്. അതിൽ 75ഓളം കുട്ടികളാണ് ആശുപത്രിയിലായത്. ഇതുമായി ബന്ധപ്പെട്ട് പല പരാതികളും അധ്യാപകരും അതോടൊപ്പം തന്നെ രക്ഷിതാക്കളും ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ അന്വേഷണം, പരിശോധന അത് ഏത് രീതിയിൽ ഇനി മുന്നോട്ട് പോകും? ആര്യ, ഇന്നലെ വൈകിട്ടാണ് ഈ കുട്ടികൾക്ക് ശാരീരിക അസ്വസ്ഥത ഉണ്ടാകുന്നത്. ഇവർ പറയുന്നത് ഇവിടെ നിന്ന് കഴിച്ച ഭക്ഷണത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു അസ്വസ്ഥത അനുഭവപ്പെട്ടതെന്നാണ്. 75-ന് മുകളിൽ വരുന്ന കുട്ടികളാണ് ഇത്തരത്തിൽ ദേഹാസ്വാസ്ഥ്യവും അതുപോലെ തന്നെ ഛർദിയും വയറുവേദനയും തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിച്ചത്. ഇതിൽ ആണ് ഇപ്പോൾ NCCയുടെ തന്നെ ഒരു ഇന്റേണൽ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. കൊല്ലം ഗ്രൂപ്പ് കമാൻഡറായിട്ടുള്ള സുരേഷ് ജിക്കാണ് ഈ അന്വേഷണത്തിന്റെ ചുമതല. അടിയന്തരമായി ഇതിൽ വിശദമായ അന്വേഷണം നടത്തി ഇതിന്റെ റിപ്പോർട്ട് എത്രയും വേഗം സമർപ്പിക്കണമെന്നാണ് ഇതിൽ ഈ ഉത്തരവിൽ ഈ അന്വേഷണ ചുമതല നൽകിക്കൊണ്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഏതായാലും ഇവർക്ക് ഭക്ഷണം അടക്കം കൊടുക്കുന്ന ഭക്ഷണങ്ങളിലെല്ലാം സാമ്പിൾ എടുത്തു വയ്ക്കുന്ന ഒരു രീതി ഈ NCC ക്യാമ്പുകളിലുണ്ട്. അപ്പോൾ അതിനെ തുടർന്ന് ഇത്തരത്തിൽ ഇന്നലെ കൊടുത്ത ഭക്ഷണത്തിന്റെ അടക്കമുള്ള സാമ്പിളുകളുണ്ട്. ആ സാമ്പിളുകളാണ് ഇന്നലെ വൈകിട്ടോടെ ആരോഗ്യ വിഭാഗം ശേഖരിച്ചത്. അത് ശേഖരിച്ച് അവരുടേതായ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ NCCയുടെ തന്നെ ഇന്റേണൽ കമ്മിറ്റി രൂപീകരിച്ച ഒരു അന്വേഷണം നടക്കുന്നത്. അപ്പോൾ ഈ ഭക്ഷണ സാമ്പിൾ അടക്കം പരിശോധിച്ച് ഇതിൽ നിന്നാണോ എന്തെങ്കിലും തരത്തിലുള്ള ഈ അസ്വസ്ഥതകൾ അനുഭവപ്പെടാൻ കാരണമായത് ഈ ഭക്ഷണ സാമ്പിളുകൾ ആണോ എന്നുള്ള വിവരം ഇവർ അന്വേഷിക്കും. ഇതിന് പ്രകാരം ഒരു റിപ്പോർട്ട് സമർപ്പിക്കും. അതിനുശേഷം മാത്രമാകും ഇത് ഭക്ഷണത്തിൽ നിന്ന് വന്ന ഒരു കാര്യമാണെന്നുള്ളൊരു സ്ഥിരീകരണം ഉണ്ടാവുള്ളൂ. ഏതായാലും ക്യാമ്പിന് 2 ദിവസം അവധി നൽകും. ഇന്നും നാളെയും അവധി നൽകി ഈ ക്യാമ്പ് തുടർന്ന് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യകതയുണ്ട്. അപ്പോൾ അതിനാൽ തന്നെ 26-ാം തീയതി ക്യാമ്പ് വീണ്ടും ആരംഭിക്കാനാണ് ഇപ്പോൾ NCC ഡയറക്ടറേറ്റിന്റെ തീരുമാനം. ഇതിനാൽ ഇന്ന് ഇപ്പോൾ ചികിത്സയിൽ ഇന്നലെ തേടിയ കുട്ടികളടക്കമുള്ള ആളുകൾ ഇന്നലെ ഈ ക്യാമ്പ് വിട്ട് വീടുകളിലോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ വാർഷിക ക്യാമ്പാണിത്. കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ഇവർക്ക് മറ്റു അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ചികിത്സയിൽ ഉണ്ടായിരുന്ന ഇന്നലെ രാത്രി അഡ്മിറ്റ് ആയാൽ ഭൂരിഭാഗം പേരും ഇന്നലെ രാത്രി തന്നെ ഡിസ്ചാർജ് ആയിരുന്നു. തുടർന്ന് 13ഓളം പേരാണ് ഇന്നും ആശുപത്രിയിൽ ചികിത്സയിൽ ഉണ്ടായിരുന്നത്. അവർക്കും മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ല. എല്ലാവരും ഡിസ്ചാർജായി പോയി. നിലവിൽ ഇതിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഈ ഭക്ഷണത്തിൽ നിന്ന് വന്ന ഒരു പ്രശ്നമാണെന്നുള്ള തരത്തിൽ ഒരു കേസോ മറ്റോ എടുത്തിട്ടില്ല. ഇതിൽ ഈ റിസൾട്ട് വരുന്നതനുസരിച്ച്, ആരോഗ്യ വിഭാഗത്തിന്റെ റിസൾട്ട് വരുന്നതനുസരിച്ചായിരിക്കും ഇതിൽ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവുള്ളൂ. ഇതിൽ DMOയും ആരോഗ്യ വിഭാഗത്തിന്റെ എറണാകുളം DMOയും ഇതിൽ തന്നെ ഈ ഭക്ഷണത്തിന്റെ കാര്യമാണോ ഇതാണോ ഈ കുട്ടികൾക്കുണ്ടായ ശാരീരിക അസ്വസ്ഥതയുടെ കാരണമെന്ന് ചോദിച്ച് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പരിശോധിച്ച ശേഷം മാത്രമാകും ഇതിൽ എന്ത് തരത്തിലാണ് വിഷ്ണു പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നലെ തന്നെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ രാത്രിയോടുകൂടി തന്നെ അവിടെ എത്തിയിരുന്നു. ഭക്ഷണത്തിന്റെയും വെള്ളത്തിന്റെയും സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു.